മിക്സി ഓൺ അന്ന് മോളെ അവിടെ വിളിച്ചു വരുത്തിയെന്ന് ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞെന്ന് മിക്സി ഓൺ ചെയ്തിട്ട് ഈ സ്ത്രീ ഈ ജാറിൽ ഇതെല്ലാം തേങ്ങയെല്ലാം ചിരകി ഇട്ടിട്ട് അത് തന്നെ പറയുന്നത് കാണിക്കുന്നത് ഈ വിരളാണ് മിക്സിയിൽ അരഞ്ഞു പോയി. പിന്നെ സർജറി ചെയ്താണ് വെച്ചിരിക്കുന്നത്, പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വിരളിങ്ങനെ വെച്ചിരിക്കുന്നത്. പടച്ച തമ്പുരാനാണ് നേരും നിറി അറിയുന്നവൻ. എപ്പോഴായാലും സത്യത്തിന് സത്യത്തിൻ്റെതായ വില കൽപ്പിക്കും. ആ സത്യമാണ് ഇന്ന് ഈ മോൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. ആ മോനെ കുരുതി കൊടുത്ത് വന്നിരിക്കുന്നത് തന്നെ. ആ മോൻ്റെത് കേൾക്കുമ്പോഴേ നമ്മൾ തകർന്നു പോവുകയാണ്. ഇന്ന് തന്നെ ഞാൻ ആകെ തകർന്ന് നിൽക്കുകയാണ്. എൻ്റെ മോൻ്റെ ആണ്ടാണെന്ന് 2 വർഷം തികയാണ്. നമ്മൾ നിൽക്കുന്നേ ഉള്ളൂ. ഈ വേദന നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. ഒരു മോളെ കൊണ്ടുപോയാൽ ഇതാണ് ഗതിയെന്ന് അവൻ അത് കൊടുത്തിട്ട് സൂചന കൊടുത്തിട്ട് പോലും അവരത് വക വയ്ക്കാതെയാണ് ഏവരെങ്കിലും വരുമ്പോഴത്തേക്ക് ആരെയായാലും ഇവളുമാരിക്ക് മതിയെന്ന് പറഞ്ഞ് ഇങ്ങനെ വീട്ടുകാരായാലും അവളുമാരായാലും ഇങ്ങനെ പോകുന്നത്. എൻ്റെ മോക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞത് ഹിഫ്ള്, നമ്മളെ ഇൽമ് മൊത്തത്തിൽ പഠിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷെ അതിന് ഒരു എന്തോ തടസ്സമാണെന്ന് എനിക്ക് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അതുകൊണ്ടാണോ എന്തോ റബ്ബിന്റെ പരീക്ഷണം ഇങ്ങനെയാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചു പോകുന്നുണ്ട്. അഷ്കർ ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് ഇത്രയും ക്രൂരത ചെയ്തത് സ്വത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ഈ റീനയുടെ സ്വത്ത് അല്ലെങ്കിൽ അഖിലേക്ക് കൊടുക്കണം, അതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പോ ആമിനയെ കല്യാണം കഴിച്ച സമയത്ത് അങ്ങനെ എന്തെങ്കിലും സ്വത്തിനുള്ള ആവശ്യം? അത് തന്നെ തുടക്കത്തിലേ ഇതായിരുന്നു. സ്വർണവും പണവും ഈ വീടും പെരയിടവും ഇതായിരുന്നു അവരുടെ ടാർഗറ്റ്. അപ്പൊ അത് കിട്ടൂല എന്ന് കണ്ടപ്പോഴാണ് പിന്നെ ഇത്രമാത്രം ക്രൂരത അങ്ങ് തുടങ്ങിയത്. ഇവർ 3 പേരും കൂടെ. ഞാൻ ഒന്നും കൂടെ പറയാം. കാരണം പിന്നെ പോയി 1 വർഷമൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ മോളെ മിക്സി ഓൺ ചെയ്ത് വെച്ചിട്ട് ആ സ്ത്രീ അവരെ വീട്ടിൽ, സഹോദരിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് മിക്സി ഓൺ അന്ന് മോളെ അവിടെ വിളിച്ചു വരുത്തിയെന്ന് ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞെന്ന് മിക്സി ഓൺ ചെയ്തിട്ട് ഈ സ്ത്രീ ഈ ജാറിൽ ഇതെല്ലാം തേങ്ങയെല്ലാം ചിരകി ഇട്ടിട്ട് അത് തന്നെ പറയുന്നത് കാണിക്കുന്നത്. ഈ വിരളാണ് മിക്സിയിൽ അരഞ്ഞു പോയി. പിന്നെ സർജറി ചെയ്താണ് വെച്ചിരിക്കുന്നത്, പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വിരളിങ്ങനെ വെച്ചിരിക്കുന്നത്. മിക്സിയിൽ കൈയിട്ടോ? ഓൺ ചെയ്തിട്ട് നീ ഇത് അരയെന്ന് പറഞ്ഞു. അപ്പൊ ഇവളിത് ഓൺ ചെയ്തതും ജാറ് തെറിച്ചങ്ങ് പെട്ടെന്ന് കൈയിട്ട് കൊടുത്തു. വിരള് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. എന്തുമാത്രം ക്രൂരതകളാണ് കാണിക്കുന്നത്. എന്നിട്ട് ആ സ്ത്രീ എൻ്റെ മോളെ കാലിന്റെ വണ്ണയിൽ തുറപ്പയ്ക്ക് അടിച്ചെന്ന്. ആ സ്ത്രീ ഒരു പ്രസവിച്ച സ്ത്രീയാണോ? നമ്മൾ അതാണ് ചോദിക്കുന്നത്. ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ഉളുപ്പുമില്ലാതെ ആ തള്ളയും ആ മോളും ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടിയെ പടച്ചവന്റെ മുമ്പിൽ ആ കുടുംബം രക്ഷപ്പെടൂല. ഒരു ഉമ്മാരെ ഒരു വാക്കാണത്. എൻ്റെ കണ്ണുനീരാണ്. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, റബ്ബ് പടച്ച തമ്പുരാനാണ് നേരും നിറി അറിയുന്നവൻ. എപ്പോഴായാലും സത്യത്തിന് സത്യത്തിൻ്റെതായ വില കൽപ്പിക്കും. ആ സത്യമാണ് ഇന്ന് ഈ മോൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. ആ മോനെ കുരുതി കൊടുത്ത് വന്നിരിക്കുന്നത് തന്നെ. ആ മോൻ്റെത് കേൾക്കുമ്പോഴേ നമ്മൾ തകർന്നു പോവുകയാണ്. ഇന്ന് തന്നെ ഞാൻ ആകെ തകർന്ന് നിൽക്കുകയാണ്. എൻ്റെ മോൻ്റെ ആണ്ടാണെന്ന് 2 വർഷം തികയാണ്. നമ്മൾ നിൽക്കുന്നേ ഉള്ളൂ. ഈ വേദന നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. ഒരു തള്ളയുടെ ഒരു തന്തയുടെ വേദന എന്താണെന്നുള്ളത്. അതിൻ്റെ കൂടെയാണ് ഈ മോളും ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ മോളും ഇന്ന് ഇല്ലാതെ വന്നാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് എന്താണ് ജീവിതം? ഇതിനു വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ രാപകലില്ലാതെ ഞങ്ങൾ ഉറക്കൊഴിഞ്ഞിരുന്നാണ് എൻ്റെ മോളെ ഇത്രയൊക്കെ ഞങ്ങളാക്കിയെടുത്തത്. മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ്. അവരിൽ നിന്നും ഒന്നും കൈപ്പറ്റാനല്ല. നമുക്ക് അവരെ വേണമെന്നുള്ളത് കൊണ്ട് നമ്മളെ മരണകാലം വരെയും മക്കൾ നമുക്കൊപ്പം വേണം. അവർക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് ഏതൊരു തള്ളയും തന്തയും ആഗ്രഹിക്കും. നല്ല പഠിക്കുന്ന മോളാണ്, നല്ല ഇൽമ പഠിച്ച ഒരു മോളാണ്. ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിൻ്റെ അന്ന് വരെയും വെളുപ്പാങ്കാലത്ത് സുബഹി നമസ്കരിച്ച് പടച്ചനോട് തേടിക്കൊണ്ടിരുന്ന ഒരു മോളാണ്.
ആ മോളാണ് നമ്മളെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഇറങ്ങി പൊക്കളഞ്ഞത്. അന്ന് എൻ്റെ വീട് മരണ വീടായിരുന്നു, അറിയാമോ? അപ്പൊ ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉപ്പയുടെ ശ്രദ്ധയിൽ വരുന്നത് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണല്ലോ. ഉപ്പ നേരിട്ട് കാണുകയാണ് മോള് ചോരയിൽ കുളിച്ചു നിൽക്കുന്നത്. അന്ന് ചോദിച്ചിരുന്നില്ലേ എന്താ എന്റെ മകൾ അവിടെ ആരുമില്ല, കൊച്ചിനെ വിട്ടിട്ട് ഉപദ്രവിച്ച് തലയൊക്കെ മുറിഞ്ഞിട്ടും അവരെ മൂക്കൊക്കെ പൊട്ടി ബ്ലഡ് ഒളിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അതായത് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാൽ ചെല്ലുന്ന ബ്ലഡ് ഒളിച്ചുള്ള അന്ന് ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞ എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. മനോജ് ഡോക്ടറോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. മനോജ് ഡോക്ടർ ഈ മോളോട് പറഞ്ഞു, പാലോട് ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിലെ പാലോട് ഹോസ്പിറ്റലിലെ ഡോക്ടർ വരെ പറഞ്ഞു ഈ മോളെ നീ രക്ഷപ്പെട്ടു, അവൻ നല്ലവനല്ല എന്ന് വരെ ആ ഡോക്ടർ പറഞ്ഞിട്ട് പോലും ആ സമയത്തെങ്കിലും ഈ കുട്ടിയൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടായിരുന്നോ? അവൾ ഇഷ്ടപ്പെട്ട് പോയതാണല്ലോ, സ്വയാധീനമാണ്. അവര് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനാണ് നമ്മള് ആ സ്വർണ്ണം 5 പവന്റെ സ്വർണ്ണം എല്ലാം കൊടുത്തത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഈ ഇറങ്ങിപ്പോയ മോക്കാണ് ഞങ്ങൾ ഈ 5 പവന്റെ ഉരുപ്പടി കൊടുക്കുന്നത്. 5 പവന്റെ ഉരുപ്പടി പോയിട്ട് ഒരു തരി പോലും എന്റെ മോളെ ശരീരത്തില്ല. ആ കൊടുത്തതിന്റെ പിറ്റെന്ന് മാത്രം കണ്ട സാധനം പിന്നെ കണ്ടിട്ടില്ല. എന്നിട്ട് അവന്റെ കടങ്ങളൊക്കെ തീർന്നു. എങ്ങനെ അവന് കടം വന്നെന്ന് എന്തേ അറിയാമോ? വേണ്ടക്കും അങ്ങനെയാണ് കടം കയറി. വാങ്ങിക്കും, കൊടുക്കും, വീണ്ടും വാങ്ങിക്കും, അങ്ങനെയാണ് കടം കയറലേന്ന്. അതായത് ഇയാൾക്ക് പൈസ വേണം, പണം വേണം എന്നുള്ളതാണ് ഇതിനൊക്കെ. അവരുടെ കുടുംബത്തോടു കൂടി അവരെന്ന് പറഞ്ഞാൽ നാട്ടു ജനങ്ങളുടെ പണമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിനാണ് ഇതുപോലുള്ള കുട്ടികളെയാണ് ഇവർ ആദ്യം ടാർഗറ്റ് ചെയ്ത് പിടിക്കുന്നത്. ഉമ്മായും മോളും കൂടെയാണ് ഇവൻ ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ അവിടെ മരണപ്പെട്ട കുട്ടിയുടെ കാരണം അതിന് ഈ അവിടെ ഉള്ള 4 ഈ കുട്ടിയുടെ അമ്മയും ഈ അഷ്കർ എന്ന് പറയുന്നവനും ഈ അഷ്കറിന്റെ ഉമ്മായും പെങ്ങളും ഒരേ തുല്യ പങ്കാളികളാണ്, അത് ഉറപ്പാണ്. ഈ പറയുന്നത് പോലെ കല്യാണ ദിവസമേ അവിടെ ചടങ്ങ് നടത്തിയ സമയത്ത് ഇങ്ങനെ ലെറ്ററിൽ അടിക്കുന്നു, ഉപ്പയും ഉമ്മയും ഇല്ലാത്ത ഒരു ലത്തീനും കുട്ടിയാന്ന് പറഞ്ഞടിക്കുന്നു. അപ്പൊ മോള് ചോദിച്ചില്ലേ എന്റെ ഉപ്പയും ഉമ്മയും ജീവനോടെ ഉണ്ടല്ലോ? എന്തെന്ന് പറഞ്ഞതും ഞാനിളയലില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഉമ്മ പറഞ്ഞത്. അപ്പൊ ഈ കത്ത് കാണിച്ചിട്ടില്ല? ഇല്ല, എന്നെ കത്തൊന്നും കാണിക്കാതെ നടത്തിയത്. എന്തെങ്കിലും ഭക്ഷണമൊക്കെ തരാറുണ്ടായിരുന്നു അവിടെ നിന്ന്? ഭക്ഷണം തരാറില്ല, വേണമെങ്കിൽ വേവിച്ച് തന്നെയാണ്. ഓ റേഷൻ വേണമെങ്കിൽ വേവിച്ച് തന്നെയാണ് എന്ന് തന്നെ ഒന്നുമില്ലായിരുന്നു. അവിടുത്തെ ജോലികളൊക്കെ എടുപ്പിക്കായിരുന്നു. ഇവര് അസുഖം കൊച്ചു വയ്യാതെ ഈ അടി കൊണ്ട് തളർന്ന് കിടക്കുമ്പോഴും ഇവന്റെ ജീൻസിന്റെ ഒരു 5-6 പാൻറ്റും 5-6 ഷർട്ടും ഒക്കെ പിറക്കാൻ ഇട്ട് കൊടുത്തിട്ട് പോവുകയാണ്. അത് കഴുകി അവൻ രാവിലെ വണ്ടി ഓട്ടത്തിനൊന്നും പറഞ്ഞു പോവും. വരുന്നത് എപ്പോഴാണ്? പിറ്റേന്ന് 4 മണി 5 മണിക്ക്. ഇവൻ പോകുന്ന ആരോടെയാണ്? ഈ ഡാൻസുകാരി അനുവിൻ്റെ ഒക്കെ കൂടെയാണ് പോകുന്നത്. ഈ അനു എന്ന് പറയുന്ന അവളെ ഉണ്ടല്ലോ രംഗത്ത് കൊണ്ടുവരണം. അവളും എൻ്റെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അനു എന്ന് പറയുന്ന ഡാൻസുകാരി, ഒരു ഡാൻസുകാരി ഒരുത്തിയുണ്ട്. അവനാണ് ഈ പെൺപിള്ളേരെല്ലാം അവളാണ് ഈ പെൺപിള്ളേരെ കൂട്ടി കൊടുക്കുന്നത്. ഈ ഇവരെ കൂടെ ഉള്ളത് തന്നെയാണ് അവര്. ഈ അഷ്കർ എന്ന് പറയുന്ന അവന്റെ ഉമ്മാരെ അവന്റെ സഹോദരന്റെ ഏറ്റവും വലിയ ആളാണ്. ഇവളാണ് എല്ലായിടത്തും ഇവന്റെ കാര്യത്തിന് വേണ്ടി പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കുക. ഇവളാണ് മുന്നിൽ നിൽക്കുന്നത്. അവളെ രംഗത്ത് കൊണ്ടുവരണം, അവളെയും കൊണ്ടുവരണം. ഒരു
ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നത് ഈ കുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയാൽ 6ഓളം പരാതികൾ ഉണ്ടായിട്ടും അതെങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ എന്താ സംഭവിച്ചത്? ആലോചിക്കുന്നത് ഈ പോലീസുകാർ എന്ത് കേസ് എടുക്കാത്തത്? ഇവരെ പേർക്ക് ഇവരെ പേരിൽ എടുക്കുന്നില്ല. നമ്മൾ എത്ര പരാതി കൊടുത്തിട്ടും കേസ് എടുത്തിട്ടില്ല. അവരെ ഇവര് ഫോണിൽ വിളിക്കുമ്പോൾ എന്താണ് പറയുന്നത് നമുക്കറിയാൻ പറ്റൂലില്ല. ഇവൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വെളിയിൽ നിർത്തിയിട്ട് ഇവരുമായിട്ട് അരമണിക്കൂറോളം ഇവനുമായിട്ട് സംസാരിച്ച് ചിരിച്ച് രസിച്ചിട്ടാണ് പുറത്തിറക്കിയിട്ട് ഞങ്ങളെ ഒരുപക്ഷെ വിളിച്ചിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം ഇതെന്തൊരു കേസ് എന്നും പറഞ്ഞാണ് ഞങ്ങളെ വിടുന്നത്. ഇതാണ് ഒരു പോലീസ്, ഇതാണ് ഒരു നീതിപീഠം. മോളെ അടിച്ച് അപശ്യതയാക്കിയാണ് പോലീസിൽ പോയി പിന്നെ പെറ്റീഷൻ എല്ലാം എഴുതി കൊടുത്ത് മോളെ നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. പാലോട് എല്ലാം പറയും നെടുമങ്ങാടാണ് അവൻ്റെ ഇത്, അവിടുത്തെ എല്ലാം നെടുമങ്ങാട് എല്ലാം ലാസ്റ്റ് അവർ പറയും അല്ല അത് അവർ അപ്പുറത്താണ് വെഞ്ഞാറമൂട്ടിലാണ് വരുന്നത് ആ കേസ്, വെഞ്ഞാറമൂട്ടിൽ കൊടുക്കണം. അങ്ങനെ വെഞ്ഞാറമൂട്ടിൽ ചെന്നാണ് ഈ കേസ് എഴുതി കൊടുത്തപ്പോൾ വെഞ്ഞാറമൂട്ടുകാർ പോലീസുകാർ നമ്മുടെ കൂടെ തന്നെ വന്നു. അവനിപ്പോഴും തന്നെ പൊയ്ക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴും പിന്നെ മോള് യവനുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു വാപ്പ ഇനി കേസൊന്നും വേണ്ട എന്ന്. കാരണം അവൻ കരഞ്ഞ് ഇവിടെ കാല് പിടിച്ച് എന്തോ പറഞ്ഞാണ്. ഭാവി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് മോള് പിന്നെ വീണ്ടും അയാളോട് പോകുന്നത്. എന്നിട്ട് ഇയാൾക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ലേ? അത് ചെന്ന് അന്ന് തന്നെ രാത്രി തന്നെ ഇയാളെ പിന്നും അടിക്കുകയാണ് ചെയ്യുന്നത്. ഇവന്റെ ഉമ്മായി നീ അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോണ്ട് പോയി അവരെയും വിളിച്ചോണ്ട് നീ പോലീസിൽ നീ കേസ് കൊടുക്കാൻ പോയെന്ന് പറഞ്ഞ് അന്ന് ഈ തള്ളയും മോളും അഷ്കറും കൂടി കുട്ടിയെ അടിച്ചു. ഇവിടെ കൊണ്ടുപോയ നേരം തൊട്ട് കൊച്ചിനെ നേരം അന്ന് കൊച്ചിനെ ഉപദ്രവമായിരുന്നു. അപ്പം ഞാൻ വെപ്രാളപ്പെട്ട് രാത്രി 1 മണിക്ക് 2 മണിക്ക് ഈ തള്ളയെ വിളിക്കുന്നു. അപ്പോഴാണ് തള്ള പറയുന്നത് അയ്യോ അവൻ അടിക്കില്ല, ഒരു കുഴപ്പവും ഇല്ല, നിങ്ങൾ സന്തോഷം എന്നാണ് പറയുന്നത്. ഇതാണ് ആ ഒരു സ്ത്രീ തന്നെ. ഞാൻ പലവട്ടം വിളിച്ച് എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു വെപ്രാളമായിരുന്നു. ഇവിടുന്ന് പോയേണ്ടെന്ന് രാത്രിയിൽ ഒരു കാര്യമില്ലാതെ ഇത്രയും പിടങ്ങിയിരുന്ന വീട്ടിൽ നിന്ന് ഒരു തള്ളയും മോനും വീണ്ടും ഇവിടെ വരികയാണ്. അപ്പം നമ്മൾ ചോദിച്ചു എന്തിന് വന്നതെന്ന് വാപ്പ ചോദിച്ച്. എന്നിട്ട് മോളെ വീണ്ടും കൊണ്ടുപോയി ആ രാത്രി തൊട്ട് വീണ്ടും ഉപദ്രവമാണ്. നേരം വെളുക്കുന്നത് വരെ ഈ കുട്ടിയെ ഉപദ്രവമായിരുന്നു. ഞാൻ ആ സ്ത്രീയോട് ചോദിക്കുമായിരുന്നു എൻ്റെ മോളെ അവൻ അടിക്കെങ്ങനെ ചെയ്ത ഒരു കുഴപ്പമില്ല, നീ സന്തോഷമായിട്ട് അവിടെ ഇരുന്നു എന്നാണ് അവര് പറയുന്നത്. ആ രാത്രിയല്ല ഈ കൊച്ചിനെ അന്നേരം ഈ കൊച്ചു മരിച്ചു പോയെങ്കിൽ സമാധാനം പറയും. ഞാനതാണ് ചോദിക്കുന്നത്. ഈ 1.5 വയസ്സായ മോൻ ഇപ്പോഴാണ് ഇവൻ കൊല ചെയ്ത് കൊന്നത്. അതിനു മുമ്പേ ഈ മോള് മരിക്കാനുള്ളതായിരുന്നു. ജീവച്ചവമാക്കിയതാണ് അവനും അവന്റെ ഉമ്മായും സഹോദരിയും കൂടെ. ഇവര് 3 പേരും ആ സ്ത്രീ, അവന്റെ ഉമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയും അവന്റെ സഹോദരി എന്ന് പറയുന്ന അവളും കൊല ചെയ്യപ്പോയിരുന്നു ഈ കുട്ടി. ഇവര് 3 പേരും കൂടെ. ഇവരൊരു മനുഷ്യരാണ്. ഇവരെ മനുഷ്യ ഗണത്തിൽ കൂട്ടാൻ കൊള്ളാവോ? മറ്റുള്ളവർക്ക് എന്തോരു ഇതാണ്. നമ്മളെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചപ്പോഴത്തേക്ക് ഇതിപ്പോ ഈ പൊന്നുമോനെ ഈ കൊല ചെയ്തിട്ടല്ലേ ഞങ്ങൾക്ക് ഇത് വെട്ടത്ത് പറയാൻ പറ്റുന്നത്. വേറെ ഒരാഗ്രഹവും ഞങ്ങൾക്കില്ല. ഈ മോളെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കാണണം എന്ന് മാത്രമേ ഉള്ളൂ. അമ്പലങ്ങളിലൊക്കെ പോയി ഇതാണ് അഷ്കർ. അവൻ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ? ഇതാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ അല്ല. ഇതെപ്പോ തന്ന ഫോട്ടോയാ? ഇത് ഞങ്ങളതിൽ ഫോട്ടോ ഇല്ലായിരുന്നു. ഞങ്ങൾ വേറെ ആളെ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഫോട്ടോ ആയിരുന്നു. ഒരാളെ കൊണ്ട് ഒരു ഫോട്ടോ എഡിച്ച് തന്നതാണ്. ഇത് പിന്നെ ഈ വണ്ടി ടൂറിസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു പാർട്ടി ഈ വണ്ടിയിൽ പോയപ്പോൾ പറഞ്ഞ് മോളെ കൂടെ ആ വണ്ടിയിൽ കയറ്റാൻ പറഞ്ഞു, എൻ്റെ മകളെ കൂടെ. അപ്പൊ അവർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു കുട്ടിയാണെന്ന് അവർ വിചാരിച്ചില്ല. 10-22 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയായിരിക്കും എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ ഈ കുട്ടിയെ കണ്ടപ്പോഴാണ് അവർ അന്തം വിട്ടുപോയത്. അങ്ങനെ ഈ കുട്ടി അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ അമ്പലത്തിൽ പോയിട്ട് പിന്നെ എൻ്റെ മോളെ വിളിച്ച് ഈ അമ്പലത്തിൽ നിന്ന് കുറിയിടാൻ പറഞ്ഞു. കുറിയിടാത്തതിന് എൻ്റെ മോളെ അവൻ അവിടെ വെച്ച് അടിച്ചു. കുറിയിടണം എന്നും പറഞ്ഞ് എൻ്റെ മോളെ അവിടെ വെച്ച് ഒരുപാട് ഉപദ്രവം ചെയ്തത്.
അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇങ്ങോട്ട് നമുക്ക് അയച്ചു തന്നത്. ഈ ഫോട്ടോ അവർ ഞങ്ങൾ അയച്ചു അവരെ കണ്ടിട്ട് അവർ പോലും തിരിച്ചു വന്നപ്പോ അതായത് ഇവര് യാത്ര എന്ന് പറഞ്ഞു പോയതാണ്. ഓ അഷ്കറും ആമിനയും കൂടെ യാത്ര. അവനല്ല, വേറെ വേറെ പറഞ്ഞു കൊടുക്കാൻ വ്യക്തമായിട്ട്. വേറെ പിന്നെ അവൻ വണ്ടി ഓട്ടമാണല്ലോ, ഡ്രൈവറാണ്. അപ്പൊ ഈ ഡ്രൈവറെ വണ്ടി വിളിച്ച് ആ നാട്ടുള്ളവരാണ് അവര്. ഇവന്റെ വണ്ടി വിളിച്ചാണ് ഓട്ടങ്ങൾ പോകുന്നത്. അപ്പൊ ഈ അവരെ ഭർത്താവ് ഗൾഫിലാണ്. ഗൾഫിൽ നിന്ന് വരുന്ന സമയങ്ങളിലെല്ലാം അവർ അമ്പലങ്ങളിലൊക്കെ പോകുമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഓട്ടം വിളിച്ചപ്പോഴത്തേക്ക് ഈ കൊച്ച് വീട്ടിൽ ഒറ്റയ്ക്കാണുള്ള, വാടക വീട്ടിലാണല്ലോ, ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. പരിസരമായിട്ട് ആരെയും മിണ്ടാനും എടുക്കാനും ഒന്നും സമ്മതിക്കൂല. കതവ് അടച്ച് അവിടെ ഇരുന്നോളൂ. ഏകാന്തമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഗാർഹികമായിട്ടും പീഡനമായിരുന്നു ആ സമയത്ത്. അപ്പോഴേ ഇവർ പറഞ്ഞത്, നിന്റെ ഭാര്യയെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നമ്മൾ പോയിട്ട് വരുമ്പോൾ ഒരാഴ്ച കഴിയൂലേ, അവരെ കൂടെ കൊണ്ടുപോകാം. അവരെന്നാണ് അപ്പോഴേ അവർ സംബോധന ചെയ്യുന്നത്. ഈ കുട്ടിയെ കാണുന്നില്ല. അവർ വിചാരിച്ച് 10-30 വയസ്സ് വരുമായിരിക്കും, അവരെ കൂടെ കൊണ്ടുപോവാം. അപ്പോഴേ ഈ ഒരു 30 വയസ്സായ ഒരു സ്ത്രീയെ എങ്ങനെയാണോ പറയുന്നത്, അതുപോലെ ഈ 18 വയസ്സായ കൊച്ചിനെ ഇവ എല്ലാവരുടെയും കുറ്റങ്ങൾ പറയുന്നത്. അപ്പോഴത്തേക്ക് ഇവർക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നി. അന്ന് പോകുന്നതിൻ്റെ അന്ന് വൈകിട്ട്, രാത്രിയിലാണ് ടൂർ പോകുന്നത്, വൈകിട്ട് അവരും അവരെ ഭർത്താവും കൂടെ ഇവൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴാണ് ഈ കൊച്ചിനെ കണ്ടപ്പോൾ 18 വയസ്സായ ഒരു കൊച്ചാണല്ലോ എന്ന് അവർ കാണുന്നത്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഇതിനെയാണ് നീ ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടിട്ട് ടൂറിന് നീ വരാൻ ഒരുങ്ങിയതെന്ന് ചോദിച്ച്. അവളെ കൂടെ നമുക്ക് കൊണ്ടുപോകാം. അവൻ മനസ്സോടെയാണ് പിന്നെ ഈ കുട്ടിയെ കൂടെ കൊണ്ടുപോയത്. ഇവനെ ഇവിടെ ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അങ്ങ് പോകണം. ഇവളിവിടെ തിന്നാലും കുടിച്ചാലും ഒന്നുമല്ല അവന്. ഇവൻ വാതിലും ആ സമയത്ത് വാതിലൊക്കെ പൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അവര് അയച്ചു തന്ന ഫോട്ടോകളാണ് ഇത്. അവരെ പോയ സമയത്ത് ആമിനെ കൊണ്ടുപോയിരുന്നു. ആമിനെ കൊണ്ടുപോയ സമയത്തുള്ള ഫോട്ടോയാണ് അത്. ഈ അഷ്കർ കുറിയിട്ടിരിക്കുന്ന ആമിനയെ കുറിയിടിച്ചിട്ടുണ്ട്. അവളെന്ന് വെച്ചാൽ നമസ്കാരവും കാര്യം, നമ്മളെ ദീനിൻ്റെതില് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് അതാണ് നമസ്കാരം. കുറി ഇടാത്തന്നെ എന്റെ മോളെ അവിടെ വെച്ച് അടിച്ചു. അത് അവർ ഫോൺ ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നു. അതായത് ഈ അഷ്കർ അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒരാളെ യാത്ര കൊണ്ടുപോകുന്നു. ആ കൂട്ടര് പറയുന്നു ആമിനെയും കൂടെ കൂട്ടിക്കോളാം. ഈ കൊച്ചുകുട്ടിയെ നിന്റെ ഈ വീട്ടില് ഒറ്റയ്ക്ക് ഇട്ടിട്ട് നീ വരണ്ട, കുട്ടിയെ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. വേണ്ടെന്ന് പലവർക്കും പറഞ്ഞിരുന്നു. അതിന് സമ്മതിച്ചില്ല. ഇവളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ അവർക്ക് മനസ്സ് വന്നില്ല. കാരണം അവർക്കും ഒരു മോളുണ്ട്, ഈ മോളെ പ്രായത്തിലുള്ള. അങ്ങനെ അവർ കൂടെ കൊണ്ടുപോയി അവരെ കൂടെയാണ് മോള് ബാക്കിയുള്ള കഥകളെല്ലാം പറഞ്ഞു തന്നത്. ഇവന്റെ ദ്രോഹങ്ങളെല്ലാം ആ കൊണ്ടുപോണേന്റെ അന്നും ചെവിക്കല്ലയിൽ അടിച്ചെന്ന്. ഈ കൊച്ചിങ്ങനെ തലയൊക്കെ പൊത്തി പിടിക്കുകയാണോ ചെയ്യണേന്ന്. അപ്പൊ നീ എന്തിന് ചെവി പൊത്തി പിടിക്കണേന്ന് ചോദിച്ചപ്പോ അപ്പോഴൊന്നും ഒന്നും മിണ്ടിയില്ലാന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ കേൾക്കാതെ പറയണത്, അവളാ കവാലത്തിൽ അടിച്ച് ചെവിക്കല്ലേ പൊളക്ക അടിച്ചു കൊടുത്തെന്ന് പറയണത്. ഒരു മനുഷ്യനാണോ ഇത് മനുഷ്യനാണോന്ന് ഞാൻ ചോദിക്കുന്നത്. എന്നെ ഈ കുട്ടി മരണപ്പെട്ടു പോകാനുള്ളതെന്നറിയാമോ? ഈ വാപ്പ പോയി കൊണ്ടുവന്നത് കൊണ്ട് ഇന്ന് ഞങ്ങളെ ജീവനോട് ഈ മോളെ കാണുന്നു. ദൈവമായിട്ട് എന്നെ പറഞ്ഞു വിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതുകൊണ്ട് ഞാനൊരു കാര്യം എനിക്ക് തോന്നി, എന്റെ മനസ്സിൽ തോന്നി, ഈ അനു എന്ന് പറയുന്ന ഈ ഡാൻസുകാരിയെയും അവന്റെ ഉമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയെയും അവന്റെ സഹോദരിയെയും രംഗത്ത് കൊണ്ടുവന്നിരിക്കണം. കാരണം ഇവര് പല കളവുകളും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഇവരെ 3 പേരെയും പോയിട്ട് വേറെ ആരും കാണൂല ഈ ലോകത്ത്. ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ എവളാണ്, അനു എന്ന് പറയുന്ന ഡാൻസുകാരെയാണ്. ഇവർ കൂടെ അവിടെ ചില്ലുകയും ചെയ്യുന്നു വീട്ടിൽ. അതുകൊണ്ട് നമുക്ക് ഇതൊന്നേ പറയാനുള്ളൂ, നിയമത്തിന്റെ മുൻപിൽ ഇവരെ 4 പേരെയും കൊണ്ട് ഈ അഷ്കറിന്റെ ഉമ്മ, അഷ്കറിന്റെ സഹോദരി, ഈ ഡാൻസുകാരി എന്ന് പറയുന്ന അനു, ഇവളെ മുമ്പേ കൊണ്ടുവരണം. ഇവളുമാർക്ക് നല്ല പെടല് കൊടുത്ത് ചോദിച്ചാൽ മാത്രമേ സത്യങ്ങളെല്ലാം അറിയുള്ളൂ. അല്ലാതെ കാരണം ഇവര് പറയുന്നത് ഇനിയും വിശ്വസിച്ചിരുന്നാൽ ഇനി ഇതുപോലെ പല പെൺകുട്ടികൾ ഈ ലോകത്ത് നിന്ന് തന്നെ പോവും. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അമ്മ ഏട്ടൻ വന്ന് സംസാരിച്ചായിരുന്നോ ഇവര് തമ്മിലുള്ള വിവാഹമോചനം വേണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ട്? ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ കുട്ടി മരിച്ച സമയത്ത് ഈ സ്ത്രീയെ കാണുന്നതാണ്. ഈ അഖില എന്ന് പറയുന്ന ആ കുട്ടിയുടെ അമ്മ. അവളെ കുട്ടിയെന്ന് പറയാക്കൂല, ദുഷ്ടത്തീരെ അമ്മ. എപ്പോഴാണ് നമ്മൾ ചാനലിലാണ് കാണുന്നത്. കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിലല്ലേ, അവിടെ വെച്ചാണ് കാണുന്നത്. ഈ ചാനലില്
കാണുന്നത് ഞങ്ങൾ അപ്പോഴാണ്. നമുക്ക് ഇവരെയൊന്നും അറിഞ്ഞൂടല്ലോ, നമ്മളങ്ങനെ ആരുമായിട്ട് ബന്ധപ്പെടാൻ പോകുന്നില്ലല്ലോ. നമുക്ക് ഇവരെ നല്ലതുപോലെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെയുള്ള ആരോട് നമ്മൾ ഒന്നിനും പോകൂല, അന്നും പോകൂല, ഇന്നും പോകൂല. നമുക്ക് നമ്മളേതായ ഒരു ഇതുണ്ട്. എന്താണ്, അഷ്കർ വേറെ വിവാഹം കഴിച്ചത് അറിഞ്ഞായിരുന്നോ? ഇല്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തടയുമായിരുന്നു. അപ്പൊ എന്റെ മോള് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവ ഈ പെരിങ്ങമലയെന്നങ്ങാണ്ട് കല്യാണം കഴിക്കാൻ പോയെന്ന് പറഞ്ഞു. പക്ഷെ പെരിങ്ങമലയെന്നല്ല, ഇപ്പൊ ഈ പറയുന്നില്ലേ, ഈ ഫ്രോഡ് പെണ്ണിനെ കെട്ടാനായിരുന്നു അപ്പം പോയത്. അപ്പൊ എൻ്റെ താത്താര മരുമോൻ്റെയോടെ ഇവളുമാര് വിളിച്ചു ചോദിച്ചെന്ന് ഈ കുട്ടിയുടെ ബന്ധം വേർപെടുത്തിയെന്ന്. അപ്പോഴ് എൻ്റെ മരുമോൻ പറഞ്ഞത്, നിങ്ങൾ ഈ കരിമങ്കോട്ട് ചെന്ന് ആ കുട്ടിയെ കാണണം, ജീവച്ചവം പോലെ എവിടെ ഇരിപ്പുണ്ട്, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുകയും നിങ്ങളെ മോളെ കെട്ടിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ ഈ സ്ത്രീയുടെ മോളാണെന്ന് എൻ്റെ മരുമോനും അറിയുന്നില്ല, വേറെ ആരും അറിയുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു നമ്മളെ ഈ മതത്തിൻ്റെത് പറയുന്നതല്ല, നമ്മളെ ജാതിയിലുള്ളവരായിരിക്കും ഇത് വിളിച്ചു ചോദിക്കുന്നത്, മോളെ കെട്ടിച്ചു കൊടുക്കട്ടെ എന്ന് വിളിച്ചു ചോദിക്കുന്നതെന്നാണ് അവരും അറിഞ്ഞിരുന്നത്. പക്ഷെ ഇതാണെന്ന് നമ്മളും അറിയുന്നില്ല. വിളിച്ചു ചോദിച്ചവളാണ്, ചോദിച്ചതിനുള്ള മറുപടിയും ആ മരുമോൻ കൊടുത്ത്, നിങ്ങളെ മോളെ കൊണ്ടുപോയാൽ ഇതാണ് ഗതിയെന്ന് അവൻ അത് കൊടുത്തിട്ട് സൂചന കൊടുത്തിട്ട് പോലും അവരത് വകവയ്ക്കാതെയാണ് ഏവനെങ്കിലും വരുമ്പോഴത്തേക്ക് ആരെ ആയാലും ഇവളുമാരിക്ക് മതിയെന്ന് പറഞ്ഞ് ഇങ്ങനെ വീട്ടുകാരായാലും അവളുമാരായാലും ഇങ്ങനെ പോകുന്നത്. നമ്മൾ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു കൊടുത്തല്ലേ അവര്, എൻ്റെ മോളെ അവസ്ഥ ഇന്ന് ഇതാണെന്നുള്ളത്. എന്നിട്ട് അവര് അത് കേൾക്കാതെയല്ലേ അവന്റെ കൂടെ പോയത്, ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി എങ്ങനെയാണ് മോളുടെ ഒരു ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളൊക്കെ? ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ നമുക്ക് നല്ല കെയറിങ് ആണ് ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലും അവർ നമ്മളെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ പൊന്നുമോളെ ഞങ്ങളെ വാപ്പായുമായി നല്ലവിടെ കെയർ ചെയ്ത് നമ്മൾ ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പഠിപ്പിക്കണം, അവിടെ നന്നാക്കി നമ്മളെ പഴയ ആത്മയാക്കി എടുക്കണം എന്നുള്ളൊരു വിചാരണത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതിനുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എല്ലാം അവരെ കയ്യിലിരിക്കുകയാണ്. അത് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മോളെ കെയർ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ആമിന ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ചികിത്സ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പം 3 വർഷം 2 വർഷം കഴിഞ്ഞു. എന്നിട്ട് നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ? നടക്കാൻ പറ്റില്ല. ഇപ്പോഴും അതിനുള്ള സ്വാധീനമൊന്നും ആയിട്ടില്ല. എന്താ ഡോക്ടർ പറയുന്നത്? ഡോക്ടർ പറയുന്നത് സാവധാനം ഇതെല്ലാം കറക്റ്റ് ചെയ്തോളും, ശരിയായി വരും, കുറച്ച് സമയമെടുക്കും എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്നാലും നമ്മൾ ഇപ്പോഴും എക്സസൈസും കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പിയുടെ ഇതിൻ്റെ എല്ലാ ഏർപ്പാടുകളും അവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാലിന് ഒരു ബലം കൊടുക്കാൻ പറ്റുന്നില്ല അല്ലേ? ഏത് കാലം? അതെ, ഈ കാലിന് ഈ ഒരു വശത്തിന് ബലം കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കാല് തറയിൽ ചേർക്കുമ്പോൾ കാലിന് വിറയിലുണ്ടാവും. അത് കാരണം കാലിന് ശക്തി വരുന്നില്ല. എന്തായാലും നമ്മൾ പറഞ്ഞിട്ടും തീരാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഷ്കറിന്റെ ക്രൂരതകൾ, ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും മകളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വിദ്യാഭ്യാസം കൊടുത്ത് പുതിയൊരു ജീവിതം, അതാണ് ഈ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഇനി മുന്നോട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ് എന്ന് പറയുന്നത് അല്ലേ? എൻ്റെ മോക്ക് ഇനി ആദ്യം അവളെ നല്ല രീതിയിൽ അവളെ ആരോഗ്യം വീണ്ടെടുക്കണം. അതാണ് ഏറ്റവും വലിയൊരു ലക്ഷ്യം. അവളൊന്ന് സ്വന്തമായിട്ടൊന്ന് നടന്ന് അവളെ കാര്യങ്ങൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് അവളെ വിദ്യാഭ്യാസം വീണ്ടും പുനരാരംഭിക്കണം. എൻ്റെ മോക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞത് ഹിഫ്ള്, നമ്മളെ ഇൽമ് മൊത്തത്തിൽ പഠിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷെ അതിന് ഒരു എന്തോ തടസ്സമാണെന്ന് എനിക്ക് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അതുകൊണ്ടാണോ എന്തോ റബ്ബിൻ്റെ പരീക്ഷണം ഇങ്ങനെയാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോള് നല്ല രീതിയിൽ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എൻ്റെ മോളെ ഹിഫ്ള് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് നല്ലൊരു ജീവിതം, എല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്ന ഒരു പയ്യൻ, എല്ലാ കാര്യവും അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം എൻ്റെ മോളെ ജീവിതത്തിൽ ഇനി വരാൻ. നമുക്ക് പണവും പ്രതാപവും ഒന്നുമല്ല, സന്തോഷമായുള്ളൊരു ജീവിതമാണ് എൻ്റെ മോക്ക് വേണ്ടത്. ആദ്യം അവളെ പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുക്കട്ടെ.
ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പം ഒരു പ്രതീക്ഷകളൊന്നുമില്ല. മോള് അങ്ങനെ വലിയ ആളാവണോ എന്നൊന്നും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. പ്രതീക്ഷകളുണ്ടായിരുന്നു, 2 മക്കളിലും നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഒരു നിമിഷം കൊണ്ട്. നമ്മൾ ആമിനയുടെ അവസ്ഥകൾ ഈ പറയുന്നത് പോലെ വീൽ ചെയറിലാണ്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഇതൊക്കെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഉമ്മ, ഞങ്ങൾ ഈ വീട്ടിൽ വരുമ്പോൾ ഈ കേട്ട കാര്യങ്ങളൊന്നുമല്ല, ഈ ഒരു കുഞ്ഞു വീട്ടിലാണ് താമസം എന്നൊക്കെ മനസ്സിലാകുന്നു. എങ്ങനെയാണ് അപ്പോൾ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്? ചികിത്സയുടെ കാര്യം വലിയ ബുദ്ധിമുട്ട്. കാരണം നമുക്ക് തണലെന്നൊരു സംഘടന നമ്മളെ ജമാഅത്തിൻ്റെ ഇതിലുണ്ട്. അവരാണ് നമുക്ക് വണ്ടി വിട്ടു തരുന്നതും പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ബില്ലുകൾ കൊടുക്കും. അപ്പോൾ അവർ വീണ്ടും നമുക്ക് പൈസ അയച്ചു തരുമ്പോഴാണ് മരുന്ന് വാങ്ങിക്കുന്നത്. ഭക്ഷണത്തിനൊക്കെ നമ്മൾ എന്ത് പറയാനാണ്, അതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത വേദനയുണ്ട്. ഇതാണ് ആമിനയുടെ റൂം എന്നുവെച്ചാൽ ഇത് ഹോസ്പിറ്റൽ ബെഡുണ്ട്. ഇതാണ്ട് ഇതെല്ലാം ഇവക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഈ ഡൈപ്പർ തന്നെ ദിവസം ഒരു സെറ്റ് വേണം ഡൈപ്പർ. പിന്നെ ഈ അണ്ടർപേഡ് ബെഡിൽ വിരിക്കുന്നതാണ്. പിന്നെ ഇത് ഇവക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ളതും പിന്നെ 1-2 പോകാനുള്ള സാധനമാണ്. പിന്നെ ഇത് റെക്യൂസ്റ്റമി മിഷനുണ്ട്, നെബുലൈസേഷനുണ്ട്, പിന്നെ പനി എല്ലാം ഉണ്ട്. എല്ലാം ഇതിൻ്റെ അടിയിലൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ സഹായിച്ചതാണ്. ഈ പറയുന്നത് പോലെ ദിവസ വേതനത്തിന് ജോലി ചെയ്തവരാണല്ലോ രണ്ടുപേരും. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലിയായിരുന്നു. എന്ന് വെച്ചാൽ ഈ 2 മക്കളെ നമുക്ക് വളർത്തി വലുതാക്കണം. വാപ്പാക്കാണെങ്കിൽ സുഖമില്ല, കാലിലൊക്കെ നീരാണ്. വാപ്പ സെക്യൂരിറ്റി പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോഴും വീണ്ടും കാലിനൊക്കെ നീരായി, കിഡ്നിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാനതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളെ ഈ 2 മക്കളെയും വളർത്തി അവരെ നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നുള്ള ഒരു അതേ എൻ്റെ മനസ്സിലുള്ളായിരുന്നു. നമ്മളെ മക്കളെ ജീവിതം നല്ലതാക്കുക, നമ്മളെ ആരോഗ്യമൊക്കെ മാറ്റി വെച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ സമയത്താണ് ഇതെല്ലാം അപ്രതീക്ഷിതമായി സംഭവിച്ചത്. അതുകൊണ്ട് എല്ലാം തകർന്നു പോയി. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. വാപ്പാക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് വെച്ചാൽ പറ്റൂല. കാല് 2 നിങ്ങൾ കണ്ടു കാണുമല്ല. ഇതാണ് ഞങ്ങളെ ജീവിതാവസ്ഥ. ആ സ്ത്രീ തന്നെ പറയുന്നത്, നമ്മൾ ചാനലിലും നമ്മൾ പത്രത്തിലുമൊക്കെ പറഞ്ഞ് പൈസകൾ എങ്ങനെ വാങ്ങിക്കുന്നത്, ഇവിടെ വന്ന് കാണുന്നവർക്ക് അതിൻ്റെ ആ ബുദ്ധിമുട്ടും ആ വിഷമവും അറിയാവും. ഞങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടിയെ തരണം ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മൾ ജോലിക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് ഇന്നൊരു വിഷമം ഉണ്ടാവില്ല. എനിക്കിതിന് ഏറ്റവും വലിയൊരു വിഷമമാണ്. കാരണം നമ്മളിങ്ങനെയല്ല ജീവിച്ചിരുന്നത്. നമ്മൾ കൂലിവേലക്കാരാണെങ്കിലും നമ്മൾ ജോലി ചെയ്ത് കൊണ്ടുവന്നാണ് നമ്മളെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയ. ഇതിൽ എനിക്ക് ഏറ്റവും വലിയൊരു വേദനയും വിഷമവും ഉണ്ട്. വിഷമം മനസ്സിനെ വല്ലാതെ അലട്ടുന്നതുമുണ്ട്. മറ്റുള്ളവരെ സഹായത്തിലുള്ളൊരു ജീവിതം നമ്മൾ പറഞ്ഞ് അവരോട് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു മനപ്രയാസവും ഉണ്ട്. എന്ത് പറയാൻ, നമ്മൾ ജോലിക്ക് പോകുന്നില്ലല്ലോ. ജോലിക്ക് പോയെങ്കിൽ നമുക്ക് ഇത്രയും ഒരു വിഷമം ഉണ്ടാവില്ല. ഇനി എത്ര കാലം കഴിഞ്ഞാലാണ് എനിക്ക് ജോലിക്ക് ഇറങ്ങാൻ. നമ്മളും ദിവസം ചെല്ലും തോറും നമുക്കൊരു വർഷമാകുമ്പോൾ നമുക്കൊരു വയസ്സ് കൂടിയല്ലേ വരുന്നത്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടല്ലേ വരുന്നത്. ഇപ്പം തന്നെ ഈ 2 വർഷം കൊണ്ട് നമ്മൾ ഈ മോളെ എടുക്കുകയും പിടിക്കുകയും ചെയ്ത് നമ്മളെ ആരോഗ്യത്തിന് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഞാൻ മാറ്റി വയ്ക്കുകയാണ്. കാരണം ഈ മോളാണ് ഞങ്ങളെ ലക്ഷ്യം. അവളൊന്ന് നടക്കുക, അവളൊന്ന് നല്ലതുപോലെ സംസാരിക്കുക, അവളെ സ്വന്തം കാര്യമെങ്കിലും നോക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. നമ്മൾ 2 പേരും ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ ഈ മോള് നല്ല രീതിയിലായില്ലെങ്കിൽ നമുക്ക് മരണത്തെക്കുറിച്ചൊന്നും നമുക്കൊന്നും പറയാൻ പറ്റൂല. എപ്പോഴാണ് നമ്മുടെ ആരെ ആയാലും മരണം എപ്പോഴും നമുക്ക് പറയാൻ പറ്റൂല. ആ ഒരു വേദനയുണ്ട്. നമ്മളിന്ന് ഇല്ലാതെ വന്നാൽ ഈ കുട്ടിയുടെ അവസ്ഥ നാളെ എന്തായി തീരും എന്നൊരു മനപ്രയാസത്തിലാണ് ഇന്ന് നമ്മളെ ജീവിതം. ഈ പറയുന്നത് പോലെ ആമിനയുടെ തിരിച്ചു വരവ് എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ മലയാളികളാണ് ഈ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കൂടെ നിൽക്കുന്നവരാണ് എന്ന് അറിയാം. അതുകൊണ്ട് പറയുകയാണ്, ഇവർക്കൊരു സഹായം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടെ നിങ്ങളുടെ പരിഗണനയിലേക്ക് ഉൾപ്പെടുത്തുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛാ? നമ്മളുടെ ഇപ്പോഴത്തെ MLA സുധീർഷ, അദ്ദേഹം MLA ആവുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അവരുമായിട്ട് വന്ന് കൊച്ചിൻ്റെ ബിരിയാണി ചലഞ്ച് കൊണ്ട് നമുക്ക് 1 ലക്ഷത്തിന് പുറത്തിരുവോളം മോളെ ചികിത്സയ്ക്കൊക്കെ തന്ന് സഹായിച്ച വ്യക്തിയാണ് MLA സുധീർഷ. അവരൊക്കെ കൂടെ ഓർക്കുന്നുണ്ട്, അവരെ എപ്പോഴും ഓർക്കുന്നുണ്ട്. അവരെല്ലാം വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് എല്ലാം ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നത്. ഇനി അവർ നമ്മളോട് തന്നെ ഉണ്ടാവും എന്നുള്ള. പിന്നെ നമ്മൾ അടുത്തുള്ള അയലുമൊക്കെ തന്നെ നമ്മുടെ ഷെഹനാസ് നേരത്തെ മെമ്പറായിരുന്നു. അവരെല്ലാവരും നമ്മളെ സഹായിക്കുന്നു.
എല്ലാവരും നമ്മളെ സഹായിക്കും, നമ്മളെ നാട്ടുകാരെല്ലാവരും നമ്മളെ സഹായിക്കും.